People call me Uche. This is my entertainment. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു അന്യഭാഷയാണ്, ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. എല്ലാവർക്കും അതിൻ്റെ അകത്തുനിന്ന് അത്ര വലിയ പരിജ്ഞാനമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കൊച്ചുകുട്ടികളെ പോലെ പ്ലീസ്. regarding the this മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. ഈ 196 അങ്ങനെ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയിൽ 6 രാജ്യങ്ങളിലെ ഇതുള്ളൂ ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗികമായിട്ടുള്ളൂ. എന്റെ ഒരൊറ്റ തള്ളലുണ്ട് ഇത് ജോയിന്റ് ആയിപ്പോയി. നന്നായിട്ട് തള്ളലാ ഞാൻ. make a ഷാബു പ്രസാദ് അവിടെ ഒരു കുടിയൊഴിപ്പിക്കൽ നടന്നു. അതിനെ ബുൾഡോസർ രാജ് എന്ന് CPM വിശേഷിപ്പിച്ചു. അവിടെ ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റ് എന്ന രീതിയിൽ എ റഹീം പോയി കർണാടകത്തിലെ യഹലങ്കയിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം മോശമായതുകൊണ്ട് ഇപ്പോൾ ഷാക്കിർ പറഞ്ഞതുപോലെ ഏറിലായി പോയി റഹീം. അതല്ലാതെ യഥാർത്ഥ പ്രശ്നത്തിൽ ഇടപെടാതെ പോയിട്ടുണ്ടോ റഹീം അവിടെ? ശ്രീ ഷാബു എന്ത് ചെയ്തു? അല്ല റഹീം എന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യമായിട്ട് ചോര തൂറി കിടന്ന കഥ. അതായത് ഇപ്പം അവിടെ ഒരു വലിയ കുടിയൊഴിപ്പിക്കൽ നടന്നു. അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ സാധ്യത മണത്ത് ഇവര് റഹീം പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയി. ഇത് തങ്ങൾക്ക് പരിക്ക് പറ്റുന്ന കാര്യമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവരെ തെരഞ്ഞെടുപ്പല്ലേ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗ് അവിടെ പോയി. പക്ഷെ അവിടെ ഒരു വിസിബിലിറ്റി കിട്ടിയത് റഹീമിനാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അക്കാര്യത്തിൽ ആ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹം CPM-ഉം അദ്ദേഹം അത് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിനെ പറ്റിയുള്ളത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഭാഷ എന്ന് പറയുന്നത് എല്ലാവരും ഈ മലവെള്ളം പോലെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് സംസാരിച്ചോണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. കാര്യം അൾട്ടിമേറ്റ്ലി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു അന്യഭാഷയാണ്, ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. എല്ലാവർക്കും അതിൻ്റെ അകത്തുനിന്ന് അത്ര വലിയ പരിജ്ഞാനമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത്രയും നാള് ഡൽഹിയിൽ കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ഭാഷാ പരിജ്ഞാനം അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളം അല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഒരു കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കൺവേ ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നിട്ടില്ല എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും MP ആണല്ലോ. നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ചൊരു വിഷമമുണ്ട്. രേഖപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണത്. ഏത് നേരത്താണാവോ ആ ലെവലിലേക്കൊക്കെ ഇവിടെ കേരളത്തിൽ നിന്നുള്ള MP-മാരും ജനപ്രതിനിധികൾ വളരെ പുറകിലാണ്. അത് കേരളത്തിന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിന്റെ ആ സാംസ്കാരിക അല്ലെങ്കിൽ വിദ്യാഭ്യാസ പൈതൃകത്തിനൊക്കെ അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന്. എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പൊന്നിയിടത്തി ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ, നമ്മൾ ജീവിതം മറുത്തു. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.